ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ്. അച്ഛന് ബോധമില്ല. അത് കുഞ്ഞിന് ഇവിടെ മനസ്സിലായത് ബോധമില്ലാത്ത മനുഷ്യാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ലണ്ടനിൽ മണ്ടനായി ആരിഫ് ഹുസൈൻ. ആരിഫ് ബ്രോ തേഞ്ഞെട്ടുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ വീഡിയോ ആരിഫ് ബ്രോയെ ലണ്ടനിൽ പോയിട്ടേ പരമോന്നത ഊക്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ ആരിപ്പൂന്റെ ഊക്ക് നക്കി വെളുപ്പിക്കാൻ അതായത് ആസനം നക്കി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് BJP നേതാക്കൾ വരെ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. BJP വെള്ളം നനയാൻ പാടില്ലെന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ പയക്കെന്ന് പറഞ്ഞു. No problem. Sir, can you tell me the way to Ernakulam? Go this way, that way. Bus stop. Yeah. Ernakulam bus. Okay. Internet. എന്നാലും നീ എന്നെ ഒറ്റക്കെട്ടിട്ട് മുങ്ങിക്കളഞ്ഞില്ലേടാ. മുതലാളിയെ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പറ്റിയില്ല. മുതലാളി എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. No problem. എടാ ആരിഫ് ഹുസൈനെ, എടാ ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തിട്ടുള്ളത്? എന്തിനാടാ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലുന്നത്? ഇറങ്ങിയിരിക്കുകയാണ്. BJP തൊറ്റ MLA ആയിട്ടുള്ള യുവരാജ് ഗോകുൽ കുട്ടപ്പം പറഞ്ഞത് അതായത് എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല. അവിഹിതത്തിലുണ്ടായ മകളെ നിക്കാഹ് കഴിക്കാൻ അനുവദിക്കുന്ന ഒരു പുരോഗമന മതം ആണെന്ന് ഉസ്താദ് വരെ ഉസ്താദ് പറഞ്ഞു വരണത്. ആകെ ആ ലണ്ടനിലെ പഹയനും ആരിഫും മാത്രം അറിയാമായിരുന്ന വിഷയം 2 ദിവസം നിർത്താതെ ട്രോളി നാട്ടുകാരെ മൊത്തം അറിയിച്ചു. ഇതാണ് യുവരാജ് ഗോകുൽ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഒളിച്ചിക്കല്ലേ, അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ. ആടാ നമുക്ക് നായിന്റെ സോറി മാറിപ്പോയതാണ്. ഈ കണക്കൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാലേ, അതായത് ആരിപ്പൂ ഇന്നലെ മുതൽ ഒരു രക്ഷയില്ല. ആരിപ്പൂ ഇന്നലെ മുതൽ 10-20 പോസ്റ്റ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലായിട്ട് തിരിച്ചും മറച്ചിടുന്നുണ്ട്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എങ്കിലും ഇവനെ പോലത്തെ സംഘവാണങ്ങൾ ആരിപ്പൂന്റെ തിട്ടം തിന്ന് ജീവിച്ച് അതിൽ പുളകം കൊണ്ട് ജീവിക്കാന്നുള്ളതൊക്കെ നമുക്കറിയാം. ഞാൻ തോറ്റിട്ടില്ലേ ഫൈൽവ, ഞാൻ ജയിച്ചിട്ടുണ്ട്, ഇസ്ലാം തോറ്റേ, ഇന്റർനെറ്റ് വന്നോടുകൂടി ഇസ്ലാം തീർന്നു എന്ന് പറഞ്ഞവനാണ് അവസാനം ഇന്റർനെറ്റ് തന്നെ ഊക്കിവിട്ട അവസ്ഥ. ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ്. ആരിപ്പൂന്റെ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ ഈ ദ്വാരങ്ങളും ഒറ്റടുപ്പിന് എല്ലാം എടുത്തു കൊടുത്താ അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ലതല്ല. നീ നിന്റെ അപ്പനെ എങ്ങനെയാണ് ഗതി പിടിക്കുന്നത്? ഒരു നേരത്തെ കൂടെ മൊത്തം ചാണകം കയറ്റി അവസാനം അതല്ലാണ്ട് ഒലിച്ചിറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആരിപ്പൂ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിന്ന അവസ്ഥയിൽ ആരിപ്പൂവിന്റെ മുഖത്തൊരു വെട്ടിയാൽ പോലും ചോര വരാത്ത അവസ്ഥയിലായിരുന്നു ആരിപ്പൂ ഇന്നലെ ഈ പറഞ്ഞ ഈ ലണ്ടൻ ഈ എന്താ പറയാ സംവാദത്തിൽ പൊളിഞ്ഞ് അടങ്ങിയിരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള BJP അല്ലെങ്കിൽ RSS സംഘ പരിവാണങ്ങൾ വന്നിട്ട് ഇപ്പൊ ആരിപ്പൂവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു ഇനി തമ്മിൽ കാണുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയില്ല. അതായത് ജൂതന്റെ പൈസ വാങ്ങി ഇസ്രായേലിലോട്ട് ആദ്യ വിസിറ്റ് നീ കഴിഞ്ഞ വർഷം നടത്തി. എന്നെ കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നുമല്ലല്ലോ. അന്നത്തെ വിസിറ്റിന് ശേഷം നീ 2ാമത്തെ വിസിറ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ സകല ഈ തീട്ടത്തിലെ ഈച്ചകൾ എന്ന് പറയും, അതുപോലെ നീയായ തീട്ടത്തിന്റെ ചുറ്റുപാട് നിൽക്കുന്ന ഈ ഫസൽ കാരാട്ടിനെ പോലത്തെ കുറച്ച് ഈച്ചകളെയും കൊണ്ടിട്ടാണ് നീ ഇപ്രാവശ്യം ഇസ്രായേലിലോട്ട് പോയത്. ഇതാ അവനും കൂടെ കിട്ടുന്ന എച്ചിലിന്റെ ബാക്കി കൊടുക്കാൻ, അതായത് ഈ ജൂത ഫണ്ടിന്റെ ബാക്കി കൊടുക്കാൻ. അത് ഇപ്പൊ ഇന്നും ഇന്നലെയല്ല, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഗസയിലെ കൂട്ടക്കൊലയും ഈ പലസ്തീനെതിരെ ഇവന്മാര് കാണിക്കുന്ന പരിപാടികൾക്കൊക്കെ എതിരെ അവരെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് ലോക ശ്രദ്ധ കുറയുന്നു, ലോക സപ്പോർട്ട് കുറയുന്നു എന്നുള്ള രീതിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ഇൻഫ്ലുവൻസേഴ്സിനെ കളക്ട് ചെയ്തിട്ട് അവർക്ക് കാശ് കൊടുത്തിട്ട്
അവരുടെ പ്രൊപ്പഗണ്ട പരത്താൻ വേണ്ടിയിട്ട് വിളിച്ച കൂട്ടത്തിൽ പെട്ടതാണ് ആരിഫ് എന്ന് ആരിഫ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടത് ഭാഗ്യം തലയില് വീണത് രക്ഷയായി. വൈദ്യൻ എന്ത് പറഞ്ഞു? നെതന്യാഹു തന്നെ ഒന്ന് പറഞ്ഞില്ലേ, ഇന്ത്യ ഞങ്ങൾക്കൊപ്പമുണ്ട്, ലോകരാജ്യങ്ങൾ മൊത്തം അവർക്കെതിരെ, അവരുടെ വംശീയ ഹത്യക്കെതിരെ എല്ലാത്തിനെതിരാണെങ്കിൽ ഇന്ത്യയിലെ 140 കോടി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് 140 ഞങ്ങളെ പെടുത്തണ്ട. ആ എന്നാലും എന്റെ സഭാനെ, കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നിന്നെ ഒരുത്തിന് വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടിയത്? ആരെയൊക്കെയാടാ ഞാൻ വെല്ലുവിളിച്ചത്? അപ്പോഴൊക്കെ എന്റെ മുതലാളിക്ക് ഒന്നും വരുത്തരുത് എന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടായി. 140 നീ പെടുത്തിക്കുക സംഘികളെയും ക്രിസംഘികളെയും, പിന്നെ നിനക്ക് വേണ്ടി ഇത്തരം PR വർക്ക് ചെയ്യുന്ന ഈ ആരിഫിനെ പോലത്തെ തിട്ടങ്ങളെയും നിങ്ങൾ അതിൽ പെടുത്തിക്കോ, കുഴപ്പമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇവന്മാരുടെ അങ്ങോട്ടുള്ള പോക്ക്. എങ്ങനെയാണ് അത് പച്ചക്ക് തള്ളയുടെ തന്ത നിന്റെ തള്ളനെ കെട്ടിട്ടാണോ നീയൊക്കെ ഉണ്ടായത് എന്ന് സ്വയം ചിന്തിച്ച് ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആരിപ്പു മാക്സിമം എത്ര നിലത്ത് കിടന്ന് വെകിളി പൂണ്ടി നടന്നിട്ടും ഒരു രക്ഷയില്ല, പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ പണികൾ കിട്ടാനായിട്ട് ആരിഫ് എത്ര കാലം ജീവിച്ചിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കഷ്ടം, അല്ലാണ്ട് എന്ത് പറയാനല്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.